എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലൈംഗിക ബന്ധത്തിന് സമ്മതിക്കണമെന്ന് പരിചിതനായ പുരുഷൻ യാചിക്കുമ്പോൾ അവൾ ചെയ്യേണ്ടത് എന്താണ്? അതെ, കാമസൂത്രതയിൽ നിന്ന് ഒരു ഏടാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പുരുഷാർത്ഥങ്ങളിൽ ഒന്നായ കാമം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പണ്ഡിത രസികനായ മല്ലനാഗ വാത്സ്യായന മഹർഷി രചിച്ച കൃതിയാണ് കാമസൂത്രം. ഭഗവത്ഗീത കഴിഞ്ഞാൽ ഇന്ത്യക്ക് വെളിയിൽ ഏറ്റവും അധികം വായിക്കപ്പെടുകയും പരാമർശിക്കപ്പെടുകയും ചെയ്യുന്ന ഭാരതീയ കൃതി എന്ന മേന്മയും ഇതിനുണ്ട്. ഡോക്ടർ രാധാകൃഷ്ണൻ പറയുന്നുണ്ട്, കാമം എന്നാൽ മനുഷ്യന്റെ വൈകാരിക സത്തയാണ്, അവന്റെ വികാരങ്ങളും ആഗ്രഹങ്ങളും തന്നെ. ഒരാൾക്ക് തന്റെ വൈകാരിക ജീവിതം നിഷേധിക്കപ്പെട്ടാൽ അയാൾ പിന്നെ എല്ലാം അടിച്ചമർത്തി അന്തർമുഖനായി ധാർമ്മിക പീഡനത്തിനായി ഇരയായിത്തീരും. അതിന്റെ പ്രതിപ്രവർത്തനം ആരംഭിച്ചാൽ മാനസികവും ശാരീരികവുമായ നാശം വരുത്തുന്ന ഒരു പ്രാകൃത ലഹരിയിലേക്കും അയാൾ പതിക്കുകയും ചെയ്യും. രതിയുടെ മാനസികവും ശാരീരികവുമായ സമ്പ്രദായങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന കൃതികളുടെ നീണ്ട പട്ടികയിൽ ഏറ്റവും പ്രശസ്തമാണ് കാമസൂത്ര. കാമസൂത്ര ഇന്ത്യയിൽ മാത്രമല്ല ലോകത്താകമാനം എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഒരുപാട് സിനിമകൾ, നാടകങ്ങൾ, സർഗാത്മക കൃതികൾ കാമസൂത്രയെ അധികരിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതെ, കാമസൂത്രയിൽ പറയുന്നത് നമുക്ക് നോക്കാം. ബാഹ്യലക്ഷണങ്ങളാലും ചേഷ്ടകളാലും പെൺകുട്ടി തന്റെ പ്രണയം പ്രകടിപ്പിക്കാൻ ആരംഭിക്കുമ്പോൾ കാമുകൻ അവളെ നാനാവിധ വഴികളാലും ഉപായങ്ങളാലും പൂർണ്ണമായും വശീകരിച്ചെടുക്കാൻ ശ്രമിക്കണം. അതെ, പെൺകുട്ടിയുമായി ഏതെങ്കിലും കളിയിലോ വിനോദത്തിലോ ഏർപ്പെട്ടിരിക്കുമ്പോൾ കാമുകൻ ബോധപൂർവം അവളുടെ കൈക്ക് പിടിക്കണം. സ്പർശന ആലിംഗനം പോലെയുള്ള വിവിധതരം ആലിംഗനങ്ങൾ അയാൾ അവളിൽ പ്രയോഗിക്കണം. ഒഴിവുവേളകളിൽ വൃക്ഷത്തിന്റെ ഇലയിൽ നിന്നും വെട്ടിയെടുത്ത മനുഷ്യജോഡിയും അതുപോലെയുള്ള സംഗതികളും അയാൾ അവൾക്ക് കാണിച്ചു കൊടുക്കണം. ജലക്രീഡയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അവളിൽ നിന്നും ഒരു നിശ്ചിത അകലത്തിൽ മുങ്ങിത്താഴ്ന്ന് അവളുടെ അരികിലായി വന്ന് പൊങ്ങണം. തളിരിലകളിലും അതുപോലെയുള്ള സംഗതികളിലും തനിക്ക് അതിയായ താല്പര്യമുണ്ടെന്നും അയാൾ വെളിപ്പെടുത്തണം. അവളെ ചൊല്ലി താൻ ഹൃദയവേദന അനുഭവിക്കുന്നുണ്ടെന്നും അവളോട് വിവരിക്കണം. മറ്റു സ്ത്രീകളെ പരാമർശിച്ച് താൻ കണ്ട സുന്ദരമായ സ്വപ്നത്തെക്കുറിച്ചും അവളോട് വർണ്ണിച്ചു പറയുക. പാർട്ടികളിലും സ്വജാതിയിൽപ്പെട്ട സദസ്സുകളിലും അവളുടെ അരികിലിരുന്ന് എന്തെങ്കിലും ന്യായം കണ്ടെത്തി തന്റെ പാദം അവളുടെ മേൽ വെച്ച് അവളുടെ ഓരോ കാൽവിരലും സാവധാനം സ്പർശിച്ച് നഖങ്ങളുടെ അറ്റം അമർത്തണം. ഇതിൽ വിജയിച്ചാൽ തന്റെ കൈകൊണ്ട് അവളുടെ പാദം പിടിച്ച് ഇതേ സംഗതി ആവർത്തിക്കണം. അവൾ തന്റെ പാദങ്ങൾ കഴുകാനിട വരുമ്പോൾ തന്റെ കാൽവിരലുകൾക്കിടയിൽ വെച്ച് അവളുടെ കൈവിരൽ അമർത്തിക്കൂടി വേണം. അവൾക്ക് താൻ എന്തെങ്കിലും നൽകുകയോ അവളിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കുകയോ ചെയ്യുമ്പോൾ തന്റെ പെരുമാറ്റ രീതി കൊണ്ട്, ഭാവം കൊണ്ട് താൻ എത്രമാത്രം അവളെ സ്നേഹിക്കുന്നുവെന്നും അവൾക്ക് കാണിച്ചു കൊടുക്കുക. അതുപോലെ അതെ, ഒരു പുരുഷൻ ലൈംഗിക ബന്ധത്തിന് സമ്മതിക്കണമെന്ന് അയാൾ യാചിക്കുമ്പോൾ തന്റെ ഗുഹ്യഭാഗം സ്പർശിക്കാൻ മാത്രമേ അയാളെ അനുവദിക്കാവൂ. അതും വളരെയധികം പ്രയാസത്തോടെ വേണം സമ്മതിക്കാൻ. അയാൾ നിർബന്ധിക്കുകയാണെങ്കിൽ കൂടിയും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചാണെന്ന് തോന്നാത്തക്ക വിധം അയാൾക്ക് വഴങ്ങി കൊടുക്കരുത്. തന്നെ അനുഭവിക്കാനുള്ള ശ്രമങ്ങളെ അവൾ ചെറുക്കണം. മാത്രമല്ല, തന്നെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെന്നും കാമുകന് തന്നോട് യഥാർത്ഥ കൂറുണ്ടെന്നും അയാൾ മനസ്സ് മാറുകയില്ലെന്നും തീർച്ചയായാൽ മാത്രമേ അയാൾക്ക് അവൾ വഴിപ്പെടാവൂ. പെട്ടെന്ന് തന്നെ വിവാഹം കഴിക്കാൻ അയാൾ അനുനയിപ്പിക്കുകയും വേണം. കന്യകത്വം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് തന്റെ ആത്മസുഹൃത്തുക്കളോട് അവൾ പറയണം.